നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേത്. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഋജുരാമൻ. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനുപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള മാർക്കണ്ഡേയ സമസ്യാപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മാർക്കണ്ഡേയ മഹർഷി യുധിഷ്ഠിരനോട് കഥകൾ പറയുകയാണ്. കഥകൾ മാത്രമല്ല, പല ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ പല ഉപദേശ കഥകളും പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൗശികൻ എന്ന് പറയുന്ന ബ്രാഹ്മണനും വ്യാധൻ എന്ന് പറയുന്ന ഒരു ജ്ഞാനിയും തമ്മിലുള്ള സംഭാഷണമാണ്. കൗശികന് ഈ വ്യാധൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് കശാപ്പാണ് ജോലി. ആ കശാപ്പുകാരനായിട്ടുള്ള ജ്ഞാനി ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആധ്യാത്മികമായിട്ടുള്ള അറിവുകൾ പങ്കുവയ്ക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ഗഹനമായിട്ടുള്ള വിഷയങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ മഹാഭാരതത്തിലെ കഥകൾ കേൾക്കുന്നത് പോലെ തന്നെ അത്ര ലാഘവ ബുദ്ധിയോട് കൂടിയിട്ട് നമുക്ക് ഈ ഭാഗങ്ങൾ വായിക്കാനോ അതോടൊപ്പം തന്നെ കേൾക്കാനോ സാധ്യമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആധ്യാത്മികമായിട്ട് വളരെ ഉയർന്ന തലത്തിൽ ചിന്തിക്കുകയും അതോടൊപ്പം തന്നെ ആധ്യാത്മികമായിട്ട് ഉയർന്ന അറിവുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ഈ ഭാഗങ്ങൾ. അപ്പം എനിക്ക് ഉറപ്പായിട്ടും അറിയാം, ഇത് കേൾക്കുന്നവർ വളരെ കുറവായിട്ടായിരിക്കും ഉണ്ടാവുക. മുഴുവനായിട്ടും കേൾക്കുന്നവർ വളരെ അപൂർവമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാൽ ഇതൊരു ദൗത്യം പോലെ ഞാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആധുനിക യുഗത്തിൽ മഹാഭാരതം അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ അത് യൂട്യൂബിൽ കിടക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹമാണ് സത്യം പറയുകയാണെങ്കിൽ എന്നെക്കൊണ്ട് ഈ ഒരു കർമ്മം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഗുരുപരമ്പരകളുടെ എല്ലാം ഒരു അനുഗ്രഹവും എനിക്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തി വ്യാസഭഗവാനും അതുപോലുള്ള എല്ലാ ഗുരുക്കന്മാരും കൂടി എനിക്ക് തരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണുള്ളത്. ബ്രാഹ്മണൻ വ്യാധനോട് വളരെ ആഴത്തിലുള്ള, വളരെ ജീവനെക്കുറിച്ചിട്ടുള്ള, വളരെ ആഴത്തിലുള്ളതും എന്നാൽ നമുക്കുടെയൊക്കെ ജീവിതത്തിലും ഉള്ളതുമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ജീവനെക്കുറിച്ചിട്ടുള്ള അറിവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാണൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ്. ഇങ്ങനെ പല ഗഹനമായിട്ടുള്ള വിഷയങ്ങളും ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം ഒരു ആധ്യാത്മികമായിട്ട് യാതൊരു വിധത്തിലുള്ള അടിത്തറകളും ഇല്ലാത്തവർ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ ബോറടിക്കും, അല്ലെങ്കിൽ ഉറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ യുക്തി കൊണ്ടും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. ആധ്യാത്മികമായിട്ട് വളരെ ഉയർന്ന തലത്തിലുള്ള നമ്മളുടെ നിലനിൽപ്പിനെ കുറിച്ചിട്ടാണ് വളരെ വിശദമായിട്ടുള്ള രീതിയിൽ തന്നെ വ്യാധൻ ബ്രാഹ്മണനോട് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ ബ്രാഹ്മണൻ വ്യാധനോട് ചോദിക്കുകയാണ്, ഏതൊക്കെയാണ് ഇന്ദ്രിയങ്ങൾ, ആ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചിട്ട് അങ്ങ് വിശദമായിട്ട് എനിക്ക് പറഞ്ഞു തരണമെന്ന് ബ്രാഹ്മണൻ വ്യാധനോട് പറയുകയാണ്. അപ്പം ഇത് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാർക്കണ്ഡേയ മുനിയാണ്, യുധിഷ്ഠിരനോടാണ് പറയുന്നത്. അപ്പം മാർക്കണ്ഡേയ മുനി യുധിഷ്ഠിരനോട് പറയുകയാണ്, യുധിഷ്ഠിര, എന്താണ് ആ വ്യാധൻ പറഞ്ഞതെന്ന് നീ ശ്രദ്ധിച്ച് കേൾക്കുക, അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. വ്യാധൻ ഇന്ദ്രിയങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇന്ദ്രിയങ്ങളെക്കുറിച്ചിട്ട് പറയുകയാണ്. ഇന്ദ്രിയങ്ങളെക്കുറിച്ചിട്ട് പറയുന്നതിന് മുമ്പായിട്ടാണ് ഞാൻ ആദ്യം പറയുന്നത്, മനുഷ്യൻ്റെ മനസ്സ് ആദ്യം അറിവിനായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. പക്ഷേ ഇത് ഇന്ദ്രിയങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു. ഇന്ദ്രിയങ്ങൾ കുടുങ്ങിപ്പോകുന്ന ഇത് ശരീരത്തിന് കൂടുതൽ സുഖം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് തിരിയുന്നു. അങ്ങനെ അവന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങൾ വസ്തുക്കളോടുണ്ടാകുന്നു. അത് കിട്ടാതെ വരുമ്പോൾ അവന് അതിഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ടാകുന്നു, ദ്വേഷം വരുന്നു, ആൾക്കാരോട് വിരോധം വരുന്നു. ഒരു വസ്തു കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവൻ്റെ അത്യാഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ അത്യാഗ്രഹം വർദ്ധിക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സിനോട് ചേർന്ന് ബുദ്ധി പ്രവർത്തിക്കുന്നത് അവൻ്റെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ പാപമാർഗം തിരഞ്ഞെടുക്കുന്നു, അധർമ്മങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ അധർമ്മങ്ങൾ ചെയ്യുന്നത് തൻ്റെ ശരീരത്തിന് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങില്ലെങ്കിൽ സുഖം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് മനുഷ്യൻ്റെ മനസ്സ് ബുദ്ധിയുമൊട്ട് ചേർന്നിട്ട് അവനെക്കൊണ്ട് പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഉള്ളിലെ മോഹവും കാമവും അതിയായിട്ട് വർദ്ധിക്കുന്നു. അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പാപകർമ്മത്തിലേക്ക് കൂടുതൽ കൂടുതൽ വഴുതി വീണുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവന് ആരെങ്കിലുമൊക്കെ ശാസ്ത്രം പറയാൻ വേണ്ടിയിട്ട് ചെന്നാൽ അവൻ്റെ ആ അധർമ്മത്തിൽ കുടുങ്ങിക്കിടക്കുന്ന
ആ മനസ്സുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് ധർമ്മമാർഗങ്ങൾ പറഞ്ഞിട്ട് തന്നെ എതിർക്കുന്നവരെ അവൻ തടയും. അവൻ്റെ ബുദ്ധി ഒരിക്കലും നേർവഴിക്ക് പ്രവർത്തിക്കുകയില്ല. അങ്ങനെ അവൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും ഉള്ള അന്ധകാരത്തിലേക്കും പോവുകയും പൂർണ്ണമായിട്ടുള്ള അധർമ്മത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ അവൻ്റെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അവൻ്റെ ബുദ്ധി ഒരിക്കലും നേരായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ടാണ് സുഖദുഃഖങ്ങളുടെ പുറകെ പോകുന്ന മനസ്സിനെ നിയന്ത്രിക്കേണ്ട ഒരു ആവശ്യം വരുന്നത്. അങ്ങനെ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് ധർമ്മമാർഗത്തിൽ അതിനെ ചരിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ശരീരത്തിന് സുഖം കിട്ടുന്ന മാർഗങ്ങളുടെ പുറകെ ഓടി നമ്മൾ അധർമ്മികളും പാപികളും ആയിട്ട് തീരും. ബുദ്ധിയുള്ള മനുഷ്യൻ ഇങ്ങനെയുള്ള ദോഷത്തിനെ മുൻകൂട്ടി കാണുകയും അവൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് നേരായിട്ടുള്ള ധർമ്മമാർഗത്തിലൂടെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർ സജ്ജനങ്ങളുമായിട്ട് കൂട്ടുകൂടുകയും സജ്ജനങ്ങളെ സേവിക്കുകയും ചെയ്യും. സാധുക്കളുമായിട്ടുള്ള സംഗമം കൊണ്ട്, നല്ല മനുഷ്യരുമായിട്ടുള്ള സംഗമം കൊണ്ട് അവൻ യജ്ഞങ്ങൾ ചെയ്യുകയും അവൻ്റെ ബുദ്ധി ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ബ്രാഹ്മണന് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി. അവൻ പറഞ്ഞു, ഞാൻ ശരിയായിട്ടുള്ള ആളുടെ അടുത്താണ് എത്തിയിട്ടുള്ളതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ധർമ്മത്തിനെ ഇത്രയും മനോഹരമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വേറെ ആർക്കും സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങയുടെ അടുത്തെത്താൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. വ്യാധൻ തുടരുകയാണ്. മനുഷ്യൻ്റെ മനസ്സ് ആദ്യം അറിവിനായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. പക്ഷേ ഇത് ഇന്ദ്രിയങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു. ഇന്ദ്രിയങ്ങൾ കുടുങ്ങിപ്പോകുന്ന ഇത് ശരീരത്തിന് കൂടുതൽ സുഖം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് തിരിയുന്നു. അങ്ങനെ അവന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങൾ വസ്തുക്കളോടുണ്ടാകുന്നു. അത് കിട്ടാതെ വരുമ്പോൾ അവന് അതിഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ടാകുന്നു. ദ്വേഷം വരുന്നു, ആൾക്കാരോട് വിരോധം വരുന്നു. ഒരു വസ്തു കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവൻ്റെ അത്യാഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ അത്യാഗ്രഹം വർദ്ധിക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സിനോട് ചേർന്ന് ബുദ്ധി പ്രവർത്തിക്കുന്നത് അവൻ്റെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ പാപമാർഗം തിരഞ്ഞെടുക്കുന്നു, അധർമ്മങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ അധർമ്മങ്ങൾ ചെയ്യുന്നത് തൻ്റെ ശരീരത്തിന് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങില്ലെങ്കിൽ സുഖം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് മനുഷ്യൻ്റെ മനസ്സ് ബുദ്ധിയുമൊട്ട് ചേർന്നിട്ട് അവനെക്കൊണ്ട് പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഉള്ളിലെ മോഹവും കാമവും അതിയായിട്ട് വർദ്ധിക്കുന്നു. അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പാപകർമ്മത്തിലേക്ക് കൂടുതൽ കൂടുതൽ വഴുതി വീണുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവനെ ആരെങ്കിലുമൊക്കെ ശാസ്ത്രം പറയാൻ വേണ്ടിയിട്ട് ചെന്നാൽ അവൻ്റെ ആ അധർമ്മത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആ മനസ്സുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് ധർമ്മമാർഗങ്ങൾ പറഞ്ഞിട്ട് തന്നെ എതിർക്കുന്നവരെ അവൻ തടയും. അവൻ്റെ ബുദ്ധി ഒരിക്കലും നേർവഴിക്ക് പ്രവർത്തിക്കുകയില്ല. അങ്ങനെ അവൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും ഉള്ള അന്ധകാരത്തിലേക്കും പോവുകയും പൂർണ്ണമായിട്ടുള്ള അധർമ്മത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ അവൻ്റെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അവൻ്റെ ബുദ്ധി ഒരിക്കലും നേരായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ടാണ് സുഖദുഃഖങ്ങളുടെ പുറകെ പോകുന്ന മനസ്സിനെ നിയന്ത്രിക്കേണ്ട ഒരു ആവശ്യം വരുന്നത്. അങ്ങനെ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് ധർമ്മമാർഗത്തിൽ അതിനെ ചരിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ശരീരത്തിന് സുഖം കിട്ടുന്ന മാർഗങ്ങളുടെ പുറകെ ഓടി നമ്മൾ അധർമ്മികളും പാപികളും ആയിട്ട് തീരും. ബുദ്ധിയുള്ള മനുഷ്യൻ ഇങ്ങനെയുള്ള ദോഷത്തിനെ മുൻകൂട്ടി കാണുകയും അവൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് നേരായിട്ടുള്ള ധർമ്മമാർഗത്തിലൂടെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർ സജ്ജനങ്ങളുമായിട്ട് കൂട്ടുകൂടുകയും സജ്ജനങ്ങളെ സേവിക്കുകയും ചെയ്യും. അങ്ങനെ സാധുക്കളുമായിട്ടുള്ള സംഗമം കൊണ്ട്, നല്ല മനുഷ്യരുമായിട്ടുള്ള സംഗമം കൊണ്ട് അവൻ യജ്ഞങ്ങൾ ചെയ്യുകയും അവൻ്റെ ബുദ്ധി ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ ബ്രാഹ്മണന് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായി. അവൻ പറഞ്ഞു, ഞാൻ ശരിയായിട്ടുള്ള ആളുടെ അടുത്താണ് എത്തിയിട്ടുള്ളതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ധർമ്മത്തിനെ ഇത്രയും മനോഹരമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വേറെ ആർക്കും സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങയുടെ അടുത്തെത്താൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. വ്യാധൻ തുടരുകയാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിഞ്ഞവനാണ്. അതായത് യഥാർത്ഥ ജ്ഞാനത്തെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ. അവന് ബ്രഹ്മം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ പ്രപഞ്ചം മുഴുവനും, ഈ വിശ്വം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ബ്രഹ്മം കൊണ്ടാണ്. ഈ ബ്രഹ്മം കൊണ്ട് തന്നെയാണ് പഞ്ചഭൂതങ്ങളെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. പഞ്ചഭൂതങ്ങൾ അല്ലെങ്കിൽ മഹാഭൂതങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആകാശം, ഭൂമി, അഗ്നി, ജലം, വായു, ഇവയാണ് 5 ഭൂതങ്ങളായിട്ട് അറിയപ്പെടുന്നത്. ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പഞ്ചഭൂതങ്ങളുമായിട്ട് 5 ഗുണങ്ങളും കൂടി ചേർന്നിരിക്കുന്നു. അത് ശബ്ദം, സ്പർശം, രൂപം, ഗന്ധം, രസം എന്നിവയാണ് ഈ പഞ്ചഭൂതങ്ങളുമായിട്ട് ചേർന്നിരിക്കുന്ന ഗുണങ്ങൾ. ഈ ഗുണങ്ങൾ പലപ്പോഴും കൂടിക്കലർന്ന് കാണപ്പെടും. അതുകൊണ്ട് ഒരു ഗുണത്തിനെ വേറൊരു ഗുണവുമായിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. ആഗ്രഹങ്ങളുമായിട്ട് ചേർത്ത് വെക്കുമ്പോഴേ, അല്ലെങ്കിൽ കാമവുമായിട്ട് ചേർത്ത് വെക്കുന്നപ്പോഴേ ഈ 3 ഗുണങ്ങൾക്കും 3 ഗുണങ്ങൾ വീതം വേറെയും പറയപ്പെടുന്നുണ്ട്. അതിനുശേഷം പിന്നെ വരുന്നത് നമ്മുടെ ചേതനയാണ്.
ആ ചൈതന്യം എന്ന് പറയുന്നതാണ് നമ്മളുടെ മനസ്സ്. ഏഴാമത്തതാണ് ബുദ്ധി. പിന്നീടാണ് അഹങ്കാരം വരുന്നത്. 5 ഇന്ദ്രിയങ്ങൾ, അതോടൊപ്പം തന്നെ സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ നിലനിൽപ്പെന്ന് പറയുന്നത്. ഈ പറഞ്ഞ നിലനിൽപ്പിൽ 17 എണ്ണം അവ്യക്തങ്ങളാണ്. അതായത് വ്യക്തമായിട്ട് നമുക്കതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ വീണ്ടും വ്യാധനോട് ചോദിക്കുകയാണ്, അങ്ങ് മഹാഭൂതങ്ങൾ 5 എണ്ണമാണെന്ന് പറഞ്ഞല്ലോ, അവയുടെ പ്രത്യേകതകളെക്കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് അങ്ങ് എന്നോട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് വ്യാധൻ തുടരുകയാണ്, അങ്ങ് പഞ്ചഭൂതങ്ങളെക്കുറിച്ചിട്ട് പറഞ്ഞല്ലോ, അപ്പോൾ അവയുടെ ഗുണങ്ങളെക്കുറിച്ചിട്ടും അങ്ങ് പറഞ്ഞു, അത് വിശദമായിട്ട് കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് കേട്ടിട്ട് വ്യാധൻ അത് വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഭൂമിക്കാണ് ഏറ്റവും അധികം ഗുണങ്ങളുള്ളത്. അവയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഭൂമിയുടെ ഗുണങ്ങൾ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഈ 5 എണ്ണവും ഭൂമിയുടെ ഗുണങ്ങളാണ്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗുണങ്ങൾ. ഭൂമിക്ക് മാത്രമാണ് ഇങ്ങനെ 5 ഗുണങ്ങളുള്ളത്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഇവ 4ഉം ജലത്തിനുണ്ട്. അഗ്നിക്ക് ശബ്ദം, സ്പർശം, രൂപം എന്നീ 3 ഗുണങ്ങളുണ്ട്. വായുവിന് ശബ്ദവും സ്പർശവും, ഇങ്ങനെ 2 ഗുണങ്ങളാണുള്ളത്. ആകാശത്തിന് ശബ്ദം മാത്രം. ഇങ്ങനെ എല്ലാ ഭൂതങ്ങൾക്കും കൂടി, പഞ്ചഭൂതങ്ങൾക്കും കൂടി 15 ഗുണങ്ങളാണുള്ളത്. ഇവ തമ്മിൽ വേറിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. എല്ലാം പരസ്പരം ഇഴുകിച്ചേർന്നാണ് കിടക്കുന്നത്. ഒരു ജീവൻ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ പഞ്ചഭൂതങ്ങളും അവിടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനങ്ങളും ആ ശരീരത്തിൽ കാണപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും. ആത്മാവ് വന്നിട്ടാണ് ഈ പഞ്ചഭൂതങ്ങളെല്ലാം ഉണർത്തുന്നത്, അല്ലെങ്കിൽ അതിനെല്ലാം ജീവൻ കൊടുക്കുന്നത്, അതിൻ്റെ ഗുണങ്ങളെയെല്ലാം പുറത്തേക്ക് കാണിക്കുന്നത്. ആത്മാവ് ലോകമെന്നും പരന്നു കിടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നവൻ, അല്ലെങ്കിൽ തന്നിലാണ് ഈ ലോകമെല്ലാം അടങ്ങി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നവൻ, അവനാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനി. അവന് ഒരിക്കലും പാപചിന്തയോ അശുഭ സംയോഗമോ ഉണ്ടാകുകയില്ല, അല്ലെങ്കിൽ മോശമായിട്ടുള്ള കൂട്ടുകെട്ടോ അവനൊരിക്കലും ഉണ്ടാവുകയില്ല. ഇന്ദ്രിയജയം കൊണ്ട് മാത്രമേ ഞാൻ ആത്മാവാണെന്നുള്ള ശരിയായിട്ടുള്ള ബോധത്തിലേക്ക് ഒരുവന് എത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഇന്ദ്രിയജയം തപസ്സുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ തപസ് എടുക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ബ്രാഹ്മണൻ. അവനാണ് ബ്രഹ്മത്തെ അറിഞ്ഞവനെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. താൻ ആത്മാവാണെന്നുള്ള ബോധം ശരിയായിട്ട് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നവൻ. വ്യാധൻ തുടരുകയാണ്, സ്വർഗം, നരകം എന്നൊക്കെ പറയുന്നത് ഇന്ദ്രിയങ്ങൾ തന്നെയാണ്. ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അത് നരകമാണ്. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ടും അടക്കിക്കഴിഞ്ഞാൽ സ്വർഗം ലഭിച്ചു കഴിഞ്ഞു. പുറത്തേക്ക് പോകുന്ന മനസ്സാണ് ഈ നരകത്തിലേക്കുള്ള നമ്മളുടെ യാത്ര എന്ന് പറയുന്നത്. എപ്പോഴാണോ പുറത്തേക്ക് പോകുന്ന മനസ്സ് ഉള്ളിലേക്ക് തിരിയുന്നത്, ആ സമയത്ത് അവൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളുടെ മുകളിലും അവനെ കടിഞ്ഞാണാവുന്നു. അങ്ങനെയുള്ളവനെ തന്നെയാണ് സ്വർഗപ്രാപ്തി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ആരാണോ പൂർണ്ണമായിട്ടും ആത്മാവിലെ പൂർണ്ണമായിട്ടും ചേർന്നിരിക്കുന്നവൻ, അവനാണ് സ്വർഗപ്രാപ്തി ലഭിച്ചവൻ എന്ന് പറയുന്നത്. അല്ലാത്തവരുടെയൊക്കെ മനസ്സ് പുറത്തേക്ക് പോവുകയും പുറത്താണ് സുഖമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാമമോഹ ലോപാദികളിൽ പൂർണ്ണമായിട്ടും പെട്ടുകിടക്കുകയും ചെയ്യുന്നു. അവർ പൂർണ്ണമായിട്ടും നരകത്തിലായിരിക്കും അവരുടെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രിയ നിഗ്രഹം നടത്തിയവനാണ് പൂർണ്ണമായിട്ടുള്ള സ്വർഗപ്രാപ്തി ലഭിക്കുന്നത്. ഇന്ദ്രിയങ്ങളെ അടക്കാൻ കഴിയാത്തവൻ പുറത്തേക്ക് പോകുന്ന മനസ്സിനോടൊപ്പം അവൻ നരകപ്രാപ്തിയും കൂടി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മഹാഭാരതം നമ്മളോട് പറയുന്ന വലിയൊരു സന്ദേശമാണിത്. സ്വർഗവും നരകവും എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ അനുഭവങ്ങൾ തന്നെയാണ്. ഒരു പുരുഷന് ശരീരം എന്ന് പറയുന്നത് അവൻ്റെ രഥമാണ്, ആത്മാവാണ് അവൻ്റെ തേരാളി, ഇന്ദ്രിയങ്ങൾ അവൻ്റെ കുതിരകളാണ്. ആ കുതിരകളെ തെറ്റാതെ മെരുക്കിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ആൾ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. ഒരു വഴിയെ അതിശക്തമായി പാഞ്ഞുകൊണ്ടിരിക്കുന്ന കുതിരകളെ നിയന്ത്രിക്കുന്ന സൂതനെപ്പോൾ തന്നെ നിൻ്റെ മനസ്സാകുന്ന കുതിരകൾ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ നിയന്ത്രിക്കുന്ന ഒരു ധീരനായിട്ട് മാറിയാൽ നിനക്ക് യഥാവിധി സ്വർഗപ്രാപ്തി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് കുതിരകളെ ധൈര്യമായിട്ട് നയിക്കുന്ന ഒരു സാരഥിയെപ്പോലെ നിൻ്റെ മനസ്സിൻ്റെ മേൽ ആത്മാവ് കൊണ്ട് നിനക്ക് നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം ബ്രാഹ്മണ. എന്നാൽ മാത്രമേ നിനക്ക് ഈ പാപലോകത്തിൽ നിന്നുമുള്ള മുക്തി ലഭിക്കുകയുള്ളൂ. ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്ന മനസ്സിനെ ബുദ്ധി തുണച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്നുള്ള ഒരു മതിഭ്രമം പലപ്പോഴും നമുക്കുണ്ടാവുകയും ചെയ്യും. അങ്ങനെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയൊക്കെ നമ്മൾ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ശരിയായിട്ടുള്ള മനഃശാന്തി ലഭിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ആത്മാവാകുന്ന ആ ധീരനായിട്ടുള്ള തേരാളി ഉപയോഗിച്ചിട്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക തന്നെ വേണം. അങ്ങനെയുള്ളവനാണ് ധീരൻ.
ആ ധീരന് മാത്രം പ്രാപ്തമാകുന്നതാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ വ്യാധനോട് പറയാണ്, അങ്ങ് സത്വ രജ തമോ ഗുണങ്ങളെക്കുറിച്ചിട്ട് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് കേൾക്കണമെന്നും അവയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയണമെന്നും ആഗ്രഹമുണ്ട്. തീടപ്പോൾ വ്യാധം പറഞ്ഞു, ഞാൻ അങ്ങക്ക് സത്വരജോ തമോ ഗുണങ്ങളെക്കുറിച്ചിട്ട് വിശദമായിട്ട് പറഞ്ഞു തരാം. അങ്ങ് വളരെ ശ്രദ്ധയോട് കൂട്ടിയിട്ട് കേട്ടാലും. ഈ 3 ഗുണങ്ങൾ മാറി മാറി ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ തമസെന്ന് പറയുന്നത്, തമോ ഗുണം എന്ന് പറയുന്നത് ജഡത്വം തരുന്നതാണ്. രജോ ഗുണം പ്രവർത്തനത്തെ തരുന്നതാണ്. സത്വഗുണം പ്രകാശാത്മകമാണ്. ഇതിലെ സത്വഗുണമാണ് ഏറ്റവും ഉത്തമമായിട്ട് കരുതപ്പെടുന്നത്. തമോ ഗുണത്തിൽ പൂർണ്ണമായിട്ടും അകപ്പെട്ട ഒരു മനുഷ്യൻ അവൻ പൂർണ്ണമായിട്ടും ജഡത്വത്തിൽ അടിമപ്പെട്ടു പോകുന്നു. അവൻ അതിഭയങ്കരമായിട്ടുള്ള നിദ്രയിൽ അവന് വിദ്യയോടൊന്നും ഒരിക്കലും യാതൊരു വിധത്തിലുള്ള പ്രാധാന്യം തോന്നില്ല. അവന് അവിദ്യയിലായിരിക്കും പൂർണ്ണമായിട്ടും കിടക്കുന്നത്. എപ്പോഴും നിദ്രയോ ഉറക്കത്തിനോടായിരിക്കും അവന് താല്പര്യമുള്ളത്. എപ്പോഴും മടിയനായിട്ടിരിക്കും. അങ്ങനെ കാമവികാരത്തിൽ പൂർണ്ണമായിട്ടും അടിമപ്പെട്ട് കിടക്കും. ഇങ്ങനെയൊക്കെ കിടക്കുന്ന സമയത്ത് നമ്മുടെ തമോ ഗുണമാണ് ഉയർന്നു വരുന്നതെന്ന് നീ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ്. എപ്പോഴും പ്രവർത്തനത്തെക്കുറിച്ചിട്ടുള്ള ചിന്തയാണ്. അടങ്ങിയിരിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ രജോ ഗുണപ്രധാനമായിട്ടാണ് ഇരിക്കുന്നതെന്ന് നീ മനസ്സിലാക്കുക. ആ സമയത്ത് നമ്മുടെ മനസ്സ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമുക്ക് കാര്യങ്ങൾ എപ്പോഴും പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അവന് അഭിമാനം, ആത്മാഭിമാനം, ദുരഭിമാനം ഇതൊക്കെ മാറി മാറി വരികയും അതിനനുസരിച്ച് അവൻ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അഭിമാനത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രജോ ഗുണപ്രധാനിയായിട്ടുള്ള മനുഷ്യൻ അവൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. വളരെയധികം പ്രസന്നചിത്തനും പ്രവർത്തിക്കാനായിട്ടുള്ള ഊർജ്ജമുള്ളവനും എന്നാൽ എടുത്തുചാട്ടമില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നവനും ചിന്തിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുന്നവനും അതിയായിട്ടുള്ള ധീരതയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവനും ചെയ്ത കാര്യങ്ങൾ ഓർത്തിട്ട് പിന്നീട് ദുഃഖിക്കാത്തവനുമായിട്ടുള്ളവൻ അവൻ സത്വഗുണ പ്രധാനിയാണ്. യഥാർത്ഥത്തിൽ സാത്വികനായിട്ടുള്ള ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരാൾ ഈ ലോകത്തിലെ ക്ലേശങ്ങളെ കൊണ്ട് തന്നെ ഈ ലോകത്തിനോടുള്ള താല്പര്യങ്ങൾ അവന് മനസ്സിൽ നിന്നും ഇല്ലാതാവും. ആ ക്ലേശങ്ങൾ കൊണ്ട് തന്നെ അവന് ഈ ലോകത്തിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള സുഖം കിട്ടില്ല എന്നുള്ള സത്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സത്വഗുണം ഉയർന്നു നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പൂർണ്ണമായിട്ട് സത്വഗുണത്തിൽ ഉയർന്ന ഒരാളെ ദ്വന്ദ്വങ്ങൾ, അതായത് സുഖവും ദുഃഖവും അവനെ ബാധിക്കാത്ത അല്ലെങ്കിൽ ഉലയ്ക്കാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരും. അതുകൊണ്ട് സാത്വികനാണ് യഥാർത്ഥത്തിലുള്ള ആത്മാവിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത ശരിയായിട്ടുള്ള രീതിയിൽ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ശൂദ്രജാതിയിൽ ജനിച്ചവനായാലും അവൻ സത്വഗുണ പ്രധാനിയാണെങ്കിൽ അവൻ ബ്രാഹ്മണത്വം നേടും. അവന് ബ്രഹ്മത്തിലുള്ള അറിവ് അവന് വർദ്ധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ബ്രാഹ്മണ എനിക്ക് ഈ 3 ഗുണങ്ങളെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി എന്തെങ്കിലും നിനക്ക് അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടോ എന്ന് വ്യാധൻ വീണ്ടും ബ്രാഹ്മണനോട് ചോദിക്കുകയാണ്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണൻ വ്യാധനോട് വീണ്ടും ചോദിക്കുകയാണ്, ഈ ശരീരത്തിൽ ആത്മാവ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ എങ്ങനെയാണ് ആ അഗ്നികളൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്? അങ്ങ് അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് പറഞ്ഞു തരണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് തന്നെ വ്യാധൻ ഈ ബ്രാഹ്മണനോട് പറയുകയാണ്. ഇത് വ്യാധഗീത എന്നുള്ള പേരിൽ വളരെ പ്രശസ്തമായിട്ടുള്ള വളരെ ആഴത്തിലുള്ള അറിവുകളാണ്. നമ്മുടെ ജീവനെക്കുറിച്ചിട്ടുള്ള അറിവുകളാണ്. അപ്പോൾ ഇനി നമ്മൾ പ്രാണനികളെക്കുറിച്ചിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടുമൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയും മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വിശദമായിട്ടുള്ള ഒരു പഠനം നടത്തിയതിന് ശേഷം വേണം അടുത്ത ഭാഗങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മുഴുവനും കേൾക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുപോലെ ജ്ഞാന സമ്പാദനം വേണമെന്നും കാര്യങ്ങളെക്കുറിച്ചിട്ട് കൂടുതൽ വിശദമായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവരും മാത്രമേ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഇത് മുഴുവനും കേട്ടിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.